മലപ്പുറം ജില്ലയെ കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മുടെ അഭിമാനം ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന സമയമാണ്. കോൺഗ്രസിന്റെ ജില്ലയിലെ ചരിത്രത്തിലെ ഏറ്റവും സുവർണ വിജയം, 100 മേനി വിജയം നമ്മൾ കൈവരിച്ച് UDF-ഉം കോൺഗ്രസും ഏറ്റവും മികച്ച വിജയം, മിന്നുന്ന വിജയം നേടി. ആ വിജയത്തിനുള്ള ഏറ്റവും കൂടുതൽ സന്തോഷം പങ്കുവെക്കപ്പെടുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. 4 തെരഞ്ഞെടുപ്പിൽ 4 പേരെയും ജയിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. വലിയ അഭിമാനം ഈ ജില്ലയിലെ മുഴുവൻ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കുണ്ട്. തൊട്ട് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലയിൽ സമ്പൂർണ്ണ വിജയം UDF നേടി. തൂത്തുവാരിയാണ് നമ്മൾ ജയിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷമില്ലാതെ നമ്മൾ ഭരിക്കുകയാണ്. മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തും നമ്മൾ പൊന്നാനിയിൽ നമുക്ക് പോയത് ടോസിൽ മാത്രമാണ്. 3 പഞ്ചായത്ത് ഒഴികെ ഈ ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തും UDF ഭരിക്കുകയാണ്. കോൺഗ്രസിന് അഭിമാനകരമായ വിജയമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായി. നമ്മുടെ മെമ്പർമാരുടെ എണ്ണം, ജനപ്രതിനിധികളുടെ എണ്ണം 340 നിന്നാണ് 659 ഈ ജില്ലയിൽ വർദ്ധിച്ചത്. ഏറെ ഇരട്ടിയായി നമ്മുടെ ജനപ്രതിനിധികളുടെ എണ്ണം വർദ്ധിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞു. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ 4 ആളുകളെയും ജയിപ്പിക്കാൻ കഴിഞ്ഞു. മലപ്പുറത്ത് പാർലമെന്ററി രംഗത്ത് മാത്രമല്ല, സംഘടനാ രംഗത്തും കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടമാണ്. 969 ഈ ജില്ല രൂപം കൊണ്ട് നമ്മുടെ ഈ സുദീർഘകാല കാലയളവിൽ കോൺഗ്രസിന് സംഘടനാപരമായി വലിയ പരിഗണന ഈ സംസ്ഥാനത്ത് ലഭിക്കുന്നില്ല എന്ന പരാതി നമ്മുടെ ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. 1969 മുതൽ 2020 വരെയുള്ള സുദീർഘമായ 50 വർഷ കാലയളവിൽ ഈ ജില്ലയിൽ നിന്ന് KPCCയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് വിരൽ എണ്ണാവുന്ന ആളുകളാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറിമാരായി ഈ ജില്ലയിൽ നിന്ന് ആകെ വന്നിട്ടുള്ളത് പ്രിയപ്പെട്ട ആര്യാടൻ സാറാണ്. പിന്നെ വന്നിട്ടുള്ളത് ബാസിയേട്ടനാണ്. പിന്നെ വന്നിട്ടുള്ളത് മോമോഞ്ചിക്കാണ്. പിന്നെ വന്നിട്ടുള്ളത് കരിയേട്ടനാണ്. ഏറ്റവും ഒടുവിൽ KPCCയുടെ ജനറൽ സെക്രട്ടറിയായി കോൺഗ്രസിന്റെ ഇളം തലമുറയുടെ പ്രതിനിധിയായി എനിക്കും 1 വർഷം പ്രവർത്തിക്കാൻ കഴിഞ്ഞു. 55 വർഷത്തിനിടയിൽ 5 പേരാണ് KPCCയുടെ ജനറൽ സെക്രട്ടറിമാരായി ഈ മലപ്പുറത്ത് നിന്ന് ആകെ വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒറ്റ ടേമിൽ ഇപ്പൊ ലാസ്റ്റ് KPCCയുടെ പുനഃസംഘടന നടന്നപ്പോ 55 വർഷം കൊണ്ട് 5 പേര് മാത്രം ഉണ്ടായിരുന്നു നമ്മുടെ മലപ്പുറം ജില്ലയ്ക്ക്. ഇന്ന് 5 KPCC നേതാക്കളുണ്ട്. പ്രിയപ്പെട്ട KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ AP അനിൽകുമാർ ഉണ്ട്. KPCCയുടെ ജനറൽ സെക്രട്ടറിമാരായി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഉണ്ട്. പ്രിയങ്കരനായ ശ്രീ V ബാബുരാജ് ഉണ്ട്. ശ്രീ KP നൌഷാദ് അലി ഉണ്ട്. പ്രിയപ്പെട്ട ശ്രീ PT അജയമോൻ ഉണ്ട്. ശ്രീമതി ആലിപ്പറ്റ ജമീലയുണ്ട്. 55 വർഷം കൊണ്ട് 5 ജനറൽ സെക്രട്ടറിമാരും നേതാക്കന്മാരാണ് നമുക്ക് ഉണ്ടായതെങ്കിൽ ഈ KPCC പുനഃസംഘടനയിലും നമുക്ക് 5 പേരുണ്ട്. അപ്പൊ സംഘടനാ രംഗത്തും കോൺഗ്രസിന് ഏറ്റവും നല്ല പരിഗണന ലഭിച്ച പാർലമെന്ററി രംഗത്തും സംഘടനാ രംഗത്തും കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നമുക്ക് 659 ജനപ്രതിനിധികളെ ജയിപ്പിക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. തീർച്ചയായും ഈ വിജയത്തിന്റെ തിളക്കത്തിൽ കോൺഗ്രസ് നിൽക്കുമ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി കഴിഞ്ഞ 5 വർഷം, ഇനി 15 ദിവസം കൂടി കഴിഞ്ഞാൽ 5 വർഷം പൂർത്തിയാക്കിയാൽ കഴിഞ്ഞ 5 വർഷക്കാലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഈ ജില്ലയിൽ പാർട്ടി പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് അഭിമാനകരമായി എല്ലാ മേഖലയിലും പ്രസ്ഥാനത്തിനും മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിന് നേതൃത്വം നൽകാൻ, അതിന്റെ ഭാഗമാവാൻ കഴിഞ്ഞു എന്ന സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട്. പ്രിയപ്പെട്ട നേതാക്കന്മാർ ശ്രീ ആര്യാടൻ സാറിനെ പോലെ, പ്രിയപ്പെട്ട പ്രകാശ് ഏട്ടനെ പോലെ, ബാസി ഏട്ടനെ പോലെ, മോഹനേട്ടനെ പോലെയുള്ള നേതാക്കന്മാർ, നമ്മുടെ ഈ വിജയ അബൂബക്കർ സാഹിബിനെ പോലെയുള്ള ആളുകളൊന്നും നമ്മുടെ ഈ വിജയം കാണാൻ നമ്മോടൊപ്പം ഇല്ല എന്ന സങ്കടവും ദുഃഖവും മാത്രമാണ് നമുക്കുള്ളത്. തീർച്ചയായും ഈ ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ശക്തിയോട്ടം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. രാജ്യത്തെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾക്ക്, ശ്രീ KC വേണുഗോപാൽ MP നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കരുത്ത് പകരുന്ന ഒരു ജില്ലയായി നമ്മുടെ ജില്ലയ്ക്ക് വരും കാലങ്ങളിൽ മാറണം കഴിയട്ടെ എന്ന് അഭിമാനത്തോടെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാവരെയും പ്രത്യേകിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് തവനൂരിലെ ജനങ്ങളോടുള്ള ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ഈ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയങ്കരനായ ശ്രീ KC വേണുഗോപാൽ MP അവർകളാണ്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഞാൻ തവനൂരിൽ വിജയിച്ചതിൽ, ആ വിജയിക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ മത്സരിക്കുമ്പോഴും എനിക്ക് സീറ്റ് ലഭിക്കുമ്പോഴും ഞാൻ തിരഞ്ഞെടുപ്പ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോഴും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കുണ്ടായതിനേക്കാൾ വലിയ ടെൻഷൻ എന്നെ കുറിച്ച് വച്ചു പുലർത്തുന്ന നേതാവെന്ന് ഞാൻ കരുതിയത് പ്രിയപ്പെട്ട ശ്രീ KC വേണുഗോപാൽ MP ആണ്. അദ്ദേഹം തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും
എന്നെ സംബന്ധിച്ച് ഞാൻ മത്സരിക്കണമോ മത്സരിക്കണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്ന ആ സന്ദർഭത്തിലൊക്കെ തന്നെ എനിക്ക് വേണ്ടി മറ്റു 140 സീറ്റുകളിൽ 139 കാര്യത്തിൽ എടുത്തതിനേക്കാൾ ഏറ്റവും കൂടുതൽ നന്നായി ശ്രദ്ധിക്കുക, എന്നെ കെയർ ചെയ്ത പ്രിയപ്പെട്ട നേതാവ് ശ്രീ KC വേണുഗോപാൽ MP ആണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ വിജയിക്കുന്നത് വരെ അദ്ദേഹം എനിക്ക് വേണ്ടി എടുത്ത ആ പ്രത്യേകമായൊരു സ്ട്രെയിൻ, അത് കൃത്യമായി ബോധ്യമുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തോട് നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഈ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.